നമസ്കാരം. ഹിന്ദി ഗ്ലോബിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കലിംഗ് വിജയ് എന്ന ഏകാംഗിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് നോക്കാം. ഗായിക और सम्राट यहाँ बैठकर सुनेंगे बड़ी अनहोनी बात है संगीत में केवल सुर ही तो नहीं होता. അപ്പോൾ കഴിഞ്ഞ ദിവസം നന്ദിനി ഗായികയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്തുള്ള മുറിയിലിരുന്നു കൊണ്ട് നീ പാട്ടുകൾ പാടിയാൽ മതി എന്ന്. അപ്പോൾ ഗായിക നന്ദിനിയോട് ചോദിക്കുകയാണ്, സമ്രാട്ട് യഹാം ബൈഠ്ക സുനേങ്കെ, ചക്രവർത്തി ഇവിടെ ഇരുന്ന് കേൾക്കുമെന്നാണോ പറയുന്നത്? ബഡി അൻഹോനി സി ബാത്ത് ഹെ, വളരെ വിചിത്രമായ, അൻഹോനി എന്ന് പറയുന്നത് വിചിത്രമായ ഒരു കാര്യം തന്നെ. സംഗീതമേ കേവൽ സ്വർഹിത്തോ നഹി ഹോത്ത. എന്നിട്ട് ഗായിക ചോദിക്കുകയാണ്, സംഗീതത്തിന് കേവലം സ്വരം മാത്രമല്ലേ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. നന്ദിനി സംഗീത കെ സ്വരമേ ഹി സബ് കുച്ച് ഹോ സക്ത ഹെ. അപ്പം നന്ദിനി പറയുന്നു, സംഗീതത്തിൻ്റെ സ്വരത്തിൽ എല്ലാമുണ്ട്. തുമാരി കലാക്കി പരഖ് തോ ഇസി മേ ഹോഗി, നിൻ്റെ കലയിൽ നിനക്കുള്ള നിൻ്റെ ശക്തിയെ ടെസ്റ്റ് ചെയ്യുന്നത്, പരഖ് എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യുന്നതും ഇതിൽ കൂടി തന്നെയാകാം. അതായത് നിൻ്റെ ഗാനത്തിലൂടെയാകാം നിൻ്റെ കഴിവ് ചെക്ക് ചെയ്യുന്നത്. ഗായിക തോ ക്യാ സമ്രാട്ട് കലാക്കെ പാരഖി ഹെ. അപ്പോൾ ഗായിക ചോദിക്കുകയാണ്, അപ്പോൾ ചക്രവർത്തി എന്താ കലയെ അന്വേഷിക്കുന്നവനാണോ? പാരഖി എന്ന് പറയുന്നത് അന്വേഷൺ കർണേവാല. നന്ദിനി കലാക്കെ പാരഖി ഭി ഹെ ഔർ സൗന്ദര്യക്കെ ഭി. അപ്പം നന്ദിനി പറയുന്നു, കലയെ അന്വേഷിക്കുന്നവനുമാണ്, അതിനോടൊപ്പം തന്നെ സൗന്ദര്യത്തെയും. ഇൻ ദോനോ കാ സംയോഗ് അനുജിത് ഹെ. അപ്പം ഇവ രണ്ടിൻ്റെയും, അതായത് കലയുടെയും സൗന്ദര്യത്തിൻ്റെയും കൂടിച്ചേരൽ എന്ന് പറയുന്നത് ഉചിതം തന്നെയാണ്. ഗായിക ക്യോ, ഗായിക ചോദിക്കുന്നു, എന്ത്? നന്ദിനി യെ കുമാരി രേഖ സെ പൂച്ചോ. നന്ദിനി പറയുന്നത്, ഇത് നീ കുമാരി രേഖയോട് ചോദിക്കുക. അതായത് രേഖയുടെ ഉത്തരവ് പ്രകാരമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, അതുകൊണ്ട് നീ അവളോട് ചോദിക്കുക. തബി തോ ഉനോനെ ഗായികവോ കെ ലിയെ സ്ഥാൻ നിയത് കിയാ ഹെ. അപ്പോൾ അവർ ഗായികമാരുടെ സ്ഥാനം നിശ്ചയിക്കുകയും ചെയ്യും. ഗായിക तो आज कुमारी രേഖ സമ്രാട്ട് കോ കലിംഗ് വിജയ് പർ ബധായി ദേങ്കി. അപ്പോൾ ഗായിക ചോദിക്കുന്നത്, ഇന്ന് കുമാരി രേഖ ചക്രവർത്തിക്ക് കലിംഗ വിജയത്തിന് ആശംസകൾ നൽകുമോ, അല്ലെങ്കിൽ അനുമോദനങ്ങൾ നൽകുമോ എന്നാണ് ചോദിക്കുന്നത്. ബധായി ദേന എന്ന് പറഞ്ഞാൽ അനുമോദനം നൽകുക. അതായത് അശോക ചക്രവർത്തി കലിംഗ യുദ്ധം ചെയ്ത് വിജയ ശ്രീലാളിതനായിട്ടാണ് അങ്ങോട്ട് കടന്നു വരുന്നത്. നന്ദിനി ഓർ ഫിർ യെ തയ്യാരി കിസലിയെ. നന്ദിനി ചോദിക്കുന്നു, അതെ തീർച്ചയായും, പിന്നെ ഈ തയ്യാറെടുപ്പുകളൊക്കെ എന്തിനാണ്? ഇവിടെയെല്ലാം അലങ്കരിച്ച് മനോഹരമായി ഒരുക്കി നന്ദിനി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ തയ്യാറെടുപ്പുകളൊക്കെ പിന്നെ എന്തിനു വേണ്ടിയാണ്? ധനുഷ് ആജ് തീർക്കോ ബധായി ദേഗ. ധനുഷ് എന്ന് പറയുന്നത് വില്ലാണ്, തീർ എന്ന് പറയുന്നത് അമ്പാണ്. അതായത് ധനുഷ് വില്ലിന് ആശംസകൾ നൽകും. അതായത് രണ്ടുപേരും, രേഖയാണെങ്കിലും അശോക ചക്രവർത്തിയായാലും രണ്ടുപേരും ഒരുപോലെ ശക്തിയുള്ളവരാണ്. അപ്പോൾ അവർ തീർച്ചയായും അനുമോദനങ്ങൾ നൽകും എന്നാണ് പറയുന്നത്. യെ സമ്രാട്ട് കി വിജയ് നഹി, ഇത് കേവലം ചക്രവർത്തിയുടെ മാത്രം വിജയമല്ല. കുമാരി രേഖ കി വിജയ് ഹെ, ഇത് രേഖയുടെ വിജയമാണ്. അപ്പോൾ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും ചക്രവർത്തിക്ക് മാത്രമുള്ളതല്ല, അത് കുമാരി രേഖയ്ക്കുള്ളതാണ് എന്നാണ് നന്ദിനി പറയുന്നത്. ഗായിക യെ കേസി പഹേലി ഹെ. അപ്പോൾ ഗായിക പറയുകയാണ്, ഇത് എന്തൊരു കഥയാണ്. പഹേലി എന്ന് പറയുന്നത് കടങ്കഥ എന്ന് പറയാം. അതായത് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ചോദ്യങ്ങളെയാണ് നമ്മൾ പഹേലി എന്ന് പറയാറ്, കടങ്കഥകളെയൊക്കെയാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഇത് എന്തൊരു ചോദ്യമാണ് എന്നാണ് ഗായിക ചോദിക്കുന്നത്. സമ്രാട്ട് പ്രധാനമന്ത്രിക്ക് അതിരിക്ത് ഔർ കിസ്കി സലാഹ് ലേത്തെ ഹെ. അപ്പോൾ ഗായിക സംശയം ചോദിക്കുകയാണ്, ചക്രവർത്തി, സാധാരണ ചക്രവർത്തിമാർ അവർക്ക് ഉപദേശങ്ങൾ നൽകാൻ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിമാരാണ് അവരുടെ. ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? പ്രധാനമന്ത്രിക്ക് പുറമെ കിസ്കി സലാഹ് ലേത്തെ ഹെ, ആരുടെ ഉപദേശമാണ് എടുക്കുന്നത് ചക്രവർത്തി എന്നാണ് ചോദിക്കുന്നത്. നന്ദിനി ഗായിക तुम अधिक जानना चाहती हो ये पाटलिपुत्र के राजमहल की बातें हैं तुम नहीं समझ सकोगी. അപ്പം നന്ദിനി പറയുന്നു, ഗായിക
തും അധിക് ജാനന ചാഹത്തി ഹോ, നീ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നുവോ. അതായത് ഒരുപാട് ചോദ്യങ്ങൾ ഗായിക നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരുപാട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ. യെ പാടലിപുത്ര കെ രാജ്മഹൽ കി ബാത് ഹി, ഇത് പാടലിപുത്ര ഒരു പ്ലേസ് ആണ്. അതായത് അശോക ചക്രവർത്തി ജനിച്ച സ്ഥലവും കൂടിയാണ് പാടലിപുത്രം എന്ന് പറയുന്നത്. ഇത് പാടലിപുത്രത്തിലെ രാജകൊട്ടാരത്തിലെ കാര്യമാണ്. തും നഹി സമജ് സകോഗി, ഇവിടെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും, അതുകൊണ്ട് നിനക്കതൊന്നും മനസ്സിലാവുകയില്ല എന്ന് നന്ദിനി തിരിച്ച് മറുപടി പറയുകയാണ്. ഗായിക तो क्या कलिंग विजय प्रधानमंत्री की सलाह से नहीं हुई है. അപ്പോൾ ഗായിക വീണ്ടും ചോദിക്കുകയാണ്. അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനുണ്ട്, അതുകൊണ്ട് തന്നെ അവൾ ചോദിക്കുകയാണ്. അപ്പോൾ കലിംഗ് വിജയ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് സലാഹ് സെ നഹി ഹുയി ഹെ, പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം സംഭവിച്ചിട്ടുള്ള ഒന്നല്ലേ എന്നാണ് ചോദിക്കുന്നത്. നന്ദിനി കലിംഗ് വിജയ് ക്യാ സമ്രാട്ട് കെ സഭി യുദ്ധം. നന്ദിനി പറയുന്നു കലിംഗ് വിജയമൊക്കെ എന്ത്, സമ്രാട്ട് കെ സബി യുദ്ധം, ചക്രവർത്തിയുടെ എല്ലാ യുദ്ധങ്ങളും, അശോക ചക്രവർത്തി ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം ഉൻകി സാരി യോജനാവോമേ, അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും, അതായത് യോജന എന്ന് പറയുന്നത് ഭാവി പ്രവർത്തനങ്ങളാണ്, ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ്. അവയെല്ലാം തന്നെ പ്രധാനമന്ത്രി രാധാഗുപ്ത കി പുത്രി കുമാരി രേഖ കാ ഹാത്ത് ഹെ, അവയെല്ലാം തന്നെ പ്രധാനമന്ത്രിയായ രാധാഗുപ്തിൻ്റെ പുത്രിയായ കുമാരി രേഖയുടെ കൈകൾ കൊണ്ടുള്ളതാണ്. സമക്ഷിയും നിനക്കത് മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമന്ത്രിക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല, അദ്ദേഹത്തിൻ്റെ പുത്രിക്കാണ് ഇതിൽ സ്ഥാനം. ഗായിക രാജ് കുടുംബിക്ക് ഹത്യാവോമേ ഭി, അപ്പോൾ ഗായിക വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ രാജകുടുംബത്തിൻ്റെ കൊലപാതകവും അതിലും രേഖ എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണോ കാരണക്കാരി എന്നാണ് ചോദിക്കുന്നത്. നന്ദിനി ഹാ അബ് കോൻ ഹെ ജോ അശോക് സെ പാടലിപുത്ര കി ഗദ്ദി ഛീൻ സകെ. അപ്പോൾ നന്ദിനി പറയുന്നു അതെ, ഇപ്പോൾ ആരാണോ അശോകനിൽ നിന്ന് പാടലിപുത്രത്തിൻ്റെ ഗദ്ദി എന്ന് പറയുന്നത് സിംഹാസനം തട്ടിയെടുക്കാൻ സാധിക്കുക. രാഹ് കെ സബി കാണ്ടെ തോ ദൂർ ഹോ ഗയേ, അതായത് അദ്ദേഹത്തിൻ്റെ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ നിന്ന കാണ്ടെ എന്ന് പറയുന്ന മുള്ളുകളാണ്, അതായത് ശത്രുക്കളാകുന്ന മുള്ളുകളെ, അവയെല്ലാം എന്തായിരിക്കുന്നു, ഇപ്പോൾ അകലെയാണ്, അദ്ദേഹത്തിൻ്റെ സമീപത്തില്ല. ശത്രു സാമന്ത് മൗത്ത് കെ ഘാട്ട് ഉദാർ ദിയഗയെ, ശത്രു രാജാക്കന്മാർ, അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള രാജാക്കന്മാർ ഒക്കെ തന്നെ മരണത്തിന് കീഴടങ്ങി എന്നാണ് പറയുന്നത്. ഏക് ഭായ് സുമിഷ തക്ഷശിലാമേ പടേഹെ, ഒരു സഹോദരൻ സുമിഷ എന്ന് പറയുന്ന സഹോദരൻ തക്ഷശിലയിലേക്ക് പോയി. തക്ഷശില എന്നൊക്കെ പറയുന്നത് പ്ലേസാണ്. ദൂസരെ വീത് ഷോഗ് കോ ദേശ് നിക്കാലാഹെ, മറ്റൊരു സഹോദരനായ വീത് ഷോഗിനെ ആ ദേശത്തിൽ നിന്ന് തന്നെ പലായനം ചെയ്തു, അതായത് ഓടിച്ചു വിട്ടു. യെ സബ് ക്യാ പ്രധാനമന്ത്രി കി സലാഹ് സെ ഹുവാ ഹെ, ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം സംഭവിച്ചതാണെന്നാണോ നീ വിചാരിക്കുന്നത്. ഗായിക തോ, അപ്പോൾ ഗായിക വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി സമ്രാട്ട് കോ ബഡാവ ദേനെ വാലി കേവൽ ഏക് ശക്തി ഹെ, നന്ദിനി പറയുകയാണ് ചക്രവർത്തിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ചക്രവർത്തിക്ക് ശക്തി പകർന്നു നൽകുന്ന ഏക ശക്തി എന്ന് പറയുന്നത് കുമാരി രേഖ കെ വചനോ കോ ശക്തി, കുമാരി രേഖയുടെ വാക്കുകളാകുന്ന ശക്തിയാണ്, അതായത് നാരി ശക്തിയാണ്, സ്ത്രീ ശക്തിയാണ് അശോക ചക്രവർത്തിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് നന്ദിനി പറയുന്നത്. ഗായിക യെ കേസി നാരി ശക്തി ഹെ, അപ്പോൾ ഗായിക ചോദിക്കുന്നു ഇത് എന്ത് നാരി ശക്തിയാണ്, എന്ത് സ്ത്രീ ശക്തിയാണ്. ജിസ്കെ കാരൻ മാനവ രക്ത് ബഹേ, അവളുടെ കാരണം കൊണ്ട് അല്ലെങ്കിൽ ആ സ്ത്രീ ശക്തി കാരണം മനുഷ്യരക്തമാണോ ഒഴുകുന്നത് അല്ലെങ്കിൽ മനുഷ്യരക്തമാണോ ഒഴുക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. നന്ദിനി രക്ത ഹാ ഗംഭീർ ഹോക്കർ ഗായിക കുമാരി രേഖ കി ആംഖോ മേ ഏക് ദൂസര രക്ത് ഹെ, അപ്പോൾ നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതെ, കുമാരി രേഖയുടെ കണ്ണുകളിൽ മറ്റൊരു രക്തമുണ്ട്. ആകാംക്ഷ കാ രക്ത്, അതായത് പ്രതീക്ഷയുടേതാകുന്ന രക്തം. സാരെ ഭാരത് വർഷയ്ക്ക് മഹാറാണി ബനനെ കാ രക്ത്, അതായത് അവളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഭാരതഭൂമിയുടെ മഹാറാണിയാവുക എന്നതാണ്. ആ രക്തം, ആ പ്രതീക്ഷയാകുന്ന രക്തം അവളുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ കൂടെ ഒഴുകുന്നുണ്ട്.
രുക് ജാതി ഹെ, അവളൊന്ന് നിർത്തി. ബാഹർ പത്ത് ചാബ്, അപ്പോഴേക്കും പുറത്ത് ശബ്ദം കേൾക്കുന്നുണ്ട്. യെല്ലോ സമ്രാട്ട് ഔർ കുമാരി രേഖ ആ ഭി പഹുഞ്ചെ, അപ്പോൾ അവൾ പറയുകയാണ്, ഇതാ ചക്രവർത്തിയും രേഖയും ഇങ്ങോട്ട് വരുന്നുണ്ട്. തും ജാവോ, നീ പോവുക. ഇഷാര കർത്തി ഹുയി ഇസി കമരെ മേ ബൈഠോ, അതായത് ഒരു മുറിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറയുന്നു, നീ ആ മുറിയിൽ ഇരിക്കുക. വീണ ലായി ഹോ, വീണ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് പാട്ട് പാടാനായിട്ടാണല്ലോ അവൾ വന്നിരിക്കുന്നത്, അതുകൊണ്ട് വീണ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഗായിക മേ വൈസേ ഹി ഗാത്തി ഹു, നന്ദിനി അച്ഛാ തോ ബൈഠോ, ജബ് മേ കഹൂ തബ് ഗാന ആരംഭ് കർ ദേന അപ്നെ ഉസി സുരീലെ ഠങ്ക് മേ. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു, ഓക്കെ, നീ നല്ല രീതിയിൽ, അതായത് ഞാൻ എപ്പോഴാണോ പാടാൻ പറയുന്നത് അപ്പോൾ നീ നിൻ്റെ പാട്ടുകൾ, നിൻ്റെ സുരീലെ ഠങ്കമേ, സുന്ദരമായ നിൻ്റെ രീതിയിൽ ആ ഗാനങ്ങൾ നീ പാടണമെന്നാണ് പറയുന്നത്. गायिका का बाई मोर प्रस्थान, नंदिनी एक तरफ खड़ी हो जाती है. सम्राट और रेखा दाहिनी ओर से आते हैं. नंदिनी का झुक कर प्रस्थान, അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചക്രവർത്തിയും രേഖയും കടന്നു വരികയാണ്. നന്ദിനി അദ്ദേഹത്തെ നമസ്കരിക്കുന്നുണ്ട്. സമ്രാട്ട് और रेखा जानती हो उसके अंतिम शब्द क्या थे, उसके अंतिम शब्द थे. അപ്പോൾ ചക്രവർത്തി അങ്ങോട്ട് കടന്നു വന്നുകൊണ്ട് രേഖയോട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, രേഖ ജാൻതി ഹോ, രേഖ നിനക്കറിയുമോ, ഉസ്കെ അന്തിം ശബ്ദ് ക്യാ ഥേ, അവൻ്റെ അല്ലെങ്കിൽ അവരുടെ അവസാനത്തെ വാക്കുകൾ എന്തായിരുന്നു എന്ന് നീ കേട്ടിരുന്നോ, അല്ലെങ്കിൽ നിനക്കറിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഉസ്കെ അന്തിം ശബ്ദ് ഥേ ചണ്ട ശോക്, അവരുടെ അവസാന വാക്ക് ഇതായിരുന്നു, ചണ്ട ശോക്. ചണ്ട ശോക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂരനായ അശോകൻ എന്നാണ് അർത്ഥം. ഏക് ദിൻ തും അപ്നെ ശത്രുओं के ही दास बनोगे, അവൻ പറഞ്ഞത്, ആ വ്യക്തി ചണ്ടാശോക് എന്ന് വിളിച്ചുകൊണ്ട് ഇപ്രകാരമാണ് പറഞ്ഞത്. ഏക് ദിൻ, ഒരു ദിവസം, തും അപ്നെ ശത്രുവോ കെ ഹി ദാസ് ബനോഗെ, നീ നിന്റെ തന്നെ ശത്രുക്കളുടെ ദാസനായി മാറും എന്നാണ് അവൻ പറഞ്ഞത്. അത് നീ കേട്ടോ എന്നാണ് ചക്രവർത്തി രേഖയോട് ചോദിക്കുന്നത്. അതായത് യുദ്ധം നടന്ന സമയത്ത് അവിടെ നിന്നൊരു വ്യക്തി അശോകനോട് സംസാരിച്ച കാര്യമാണ് അശോകൻ രേഖയുമായി പങ്കുവെക്കുന്നത്. രേഖ ഇത്തിനി ഹിമ്മത്ത്, അപ്പോൾ രേഖ ചോദിക്കുകയാണ്, ഇത്രയും ധൈര്യമോ? ഹിമ്മത്ത് എന്ന് പറയുന്നത് ധൈര്യം എന്നാണ്. അശോക് दूसरे क्षण उसका मस्तक मेरे पैरों पर लौट रहा था. അപ്പം അശോക് പറയുകയാണ്, അതെ, അവൻ ഇപ്രകാരം തന്നെ പറഞ്ഞു. പക്ഷേ ദൂസരേ ക്ഷൺ, അടുത്ത നിമിഷം തന്നെ, ഉസ്ക മസ്തക്, അവൻ്റെ ശിരസ്, മേരെ പൈരോ പർ ലോട്ട് രഹാദ, എൻ്റെ കാൽപാദങ്ങൾക്കടിയിൽ കിടക്കുകയായിരുന്നു. അതായത് അവൻ്റെ തല ഞാൻ ചവിട്ടി അരച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ലേക്കിൻ കിത്തിനെ ഭയാനക് ശബ്ദ് ഥേ, പക്ഷേ അശോക് പറയുകയാണ്, എത്ര ഭയാനകമായിരുന്നു അവൻ്റെ ആ ശബ്ദം. വേ സൂനെ മസാൻ കി തര ഭയാനക്, അവൻ്റെ ആ വാക്കുകൾ ശൂന്യമായ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന, മസാൻ എന്ന് പറയുന്നത് ശ്മശാനമാണ്, പേടിപ്പെടുത്തുന്ന ശ്മശാന ഭൂമിയെപ്പോലെ ഭയാനകമായിരുന്നു അവൻ്റെ വാക്കുകൾ എന്നാണ് അശോക ചക്രവർത്തി പറയുന്നത്. രേഖ പാനിക്ക് ബുൽബുലേക്ക് തര ക്ഷണിക് ഛി സമ്രാട്ട്, അപ്പം രേഖ അശോക ചക്രവർത്തിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, പാനിക്ക് ബുൽബുലേക്ക് തര ക്ഷണിക്, അവൻ്റെ ആ വാക്കുകൾ വെള്ളത്തിലെ, ബുൽബുലെ എന്ന് പറയുന്നത് വെള്ളത്തിൽ പൊങ്ങി വരുന്ന കുമിളകളെയാണ്, വെള്ളത്തിൽ പൊങ്ങി വരുന്ന കുമിളകളെ പോലെ ക്ഷണികമാണ് അവൻ്റെ ആ വാക്കുകൾ ചക്രവർത്തി എന്നാണ് രേഖ പറയുന്നത്. അതായത് അത് നിമിഷ നേരത്തേക്ക് മാത്രമേ ആ ശക്തി ഉണ്ടാവുകയുള്ളൂ, അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാകും എന്നാണ് അവൾ പറയുന്നത്. ഗിൻതി ഹുയി ദീവാർ ഭി ഘോർ ശബ്ദ് കർത്തി ഹെ, വീണ്ടും അവൾ അശോക ചക്രവർത്തിയെ സമാധാനിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഗിർത്തി ഹുയി, അതായത് വീണുകൊണ്ടിരിക്കുന്ന, നിലം പതിച്ചുകൊണ്ടിരിക്കുന്ന, ദീവാർ ബി, വലിയ ചുമരുകൾ വരെ, ഘോർ ശബ്ദ് കർത്തി ഹെ, ഘോരമായ ശബ്ദത്തോടു കൂടിയാണ് അത് നിലത്തേക്ക് പതിക്കുക എന്നാണ് അവൾ പറയുന്നത്. पर उसके बाद रहता क्या है, പക്ഷെ അത് നിലത്ത് പതിച്ചു കഴിയുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കാറ്? മിട്ടി കാ ഢേർ, കേവലം അത് മണ്ണിൻ്റെ കൂമ്പാരം മാത്രമാണ്, അതിന് പിന്നെ യാതൊരു ശക്തിയുമില്ല.
അതുപോലെയാണ് അവൻ്റെ വാക്കുകൾ, അതുകൊണ്ട് താങ്കൾ അതാലോചിച്ച് വിഷമിക്കേണ്ട എന്നാണ് രേഖ അശോക ചക്രവർത്തിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്. അശോക് മിട്ടി കാ ഠേർ മന്ദ് സ്വർ മേ ഉപേന്ദ്ര മിട്ടി കാ ഠേർ. അപ്പോൾ അശോക ചക്രവർത്തി വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ മണ്ണിൻ്റെ കൂമ്പാരം. അപ്പോൾ ഉപേന്ദ്ര മണ്ണിൻ്റെ കൂമ്പാരമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് അശോക ചക്രവർത്തിയോട് യുദ്ധസമയത്ത് ഇപ്രകാരം പറഞ്ഞ വ്യക്തി ഉപേന്ദ്രൻ എന്ന് പറയുന്ന രാജാവാണ്. രേഖ ഓർ ഫിർ ഉപേന്ദ്ര കെ ശബ്ദോं का अब अर्थ ही क्या है. രേഖ വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ ഉപേന്ദ്രൻ്റെ വാക്കുകളുടെ അർത്ഥം എന്താണ്? സമ്രാട്ട് आपका अब शत्रु है ही कौन जिसके आप दास हो सके. രേഖ വീണ്ടും ചോദിക്കുകയാണ്, ചക്രവർത്തി താങ്കൾക്ക് ആരാണ് ശത്രുവായിട്ടുള്ളത്? അപ്പോൾ താങ്കൾ ആരുടെയാണ് ദാസനാവുക? അതായത് താങ്കൾ അങ്ങയുടെ ദാസൻ ശത്രുവിൻ്റെ ദാസനായി മാറും എന്നാണല്ലോ ഉപേന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് ആരാണ് അങ്ങയുടെ ശത്രു എന്നാണ് ചോദിക്കുന്നത്. അശോക് മാനോ ജാഗ് കർ ടീക്ക് കഹ രേഖ തുമ്നെ മേരാ അബു ശത്രു ഹേ ഹി കോൻ. അപ്പം അശോക് വീണ്ടും പറയുകയാണ്, അതെ ശരിയാണ് രേഖ, നീ പറഞ്ഞത് ശരി തന്നെയാണ്, എനിക്കിപ്പോൾ ആരാണ് ശത്രുവായിട്ടുള്ളത്? ഗാന്ധാർ സെ ലേക്കർ കേരൾ തക്ക്. ഗാന്ധാർ എന്നൊക്കെ പറയുന്നത് പ്ലേസ് ആണ്. ഗാന്ധാരം തൊട്ട് കേരളം വരെ, കാമാഖ്യ സെ സൗരാഷ്ട്ര തക്ക്, ഇതൊക്കെ പ്ലേസുകളാണ്. കാമാഖ്യ, സൗരാഷ്ട്ര എന്നൊക്കെ പറയുന്നത് അവിടെ വരെ. സാരാ ഭാരത് വർഷ്, ഈ ഭാരതഭൂമി മുഴുവൻ. ആജ് ചണ്ടാശോകയ്ക്ക് നാം സെ കാമ്പത്താ ഹേ, ഇന്ന് ചണ്ടാശോക എന്ന് കേൾക്കുമ്പോൾ, അതായത് അശോക ചക്രവർത്തിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ വിറയ്ക്കുന്നുണ്ട്. കലിംഗ് ആങ്ക് കി കിർക്കിരി കി തരഹ്. കലിംഗദേശം എന്ന് പറയുന്നത് അശോക ചക്രവർത്തിയെ സംബന്ധിച്ച് ആങ്ക് കി കിർക്കിരി എന്ന് പറയുന്നത് കണ്ണിലെ കരട് എന്നൊക്കെ പറയാറില്ലേ. കിർക്കിരി എന്ന് പറയുന്നത് ധൂൾ കാ ചോട്ട, കണ്ണാണ്. അതായത് പൊടിയുടെ ചെറിയ പടലത്തെയാണ് കിർക്കിരി എന്നൊക്കെ പറയുന്നത്. അതായത് കണ്ണിലെ കരട് പോലെ. ഖടക്കിനെ വാല കലിംഗ് ബി അൻഹോനി ബാത്ത്, അതായത് വിശ്വസിക്കാൻ കഴിയാത്ത, അതായത് ഒരിക്കലും പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് കരുതി കണ്ണിലെ കരടുപോലെ നിന്നിരുന്ന കലിംഗദേശവും ഇന്ന് അബ് മേരി ഹത്തേരി മേഹേ, ഇന്ന് എൻ്റെ കൈകൾക്കുള്ളിലായി. രേഖ തോ ഉപേന്ദ്ര കെ സാരെ സമ്പത്തി നഷ്ടു ഹോ ഗയേ സമ്രാട്ട്. അപ്പോൾ രേഖ പറയുകയാണ്, അപ്പോൾ ഉപേന്ദ്രൻ്റെ എല്ലാ സമ്പത്തും ഇന്ന് നഷ്ടമായിരിക്കുന്നുവോ ചക്രവർത്തി? അതായത് കലിംഗദേശത്തിലെ രാജാവായിരുന്നു ഉപേന്ദ്രൻ എന്ന് പറയുന്നത്. ആ ഉപേന്ദ്രനെ ഇല്ലാതാക്കിക്കൊണ്ടാണ് അശോക ചക്രവർത്തി കലിംഗദേശത്തെ പ്രാപ്തമാക്കിയിരിക്കുന്നത്. അശോക് ഹാ ബൈഠത്തെ ഹുയെ സിവ ഉസ്കി ബഹൻ കെ. അപ്പം അശോക് പറയുകയാണ്, ഇരുന്നു കൊണ്ട് പറയുകയാണ്, അതെ അവൻ്റെ സഹോദരിയെ കൂടാതെ. കലിംഗ് കി രാജ്കുമാരി അഭി തക്ക് അശോക് കി നസർ സെ പരേഹെ. അതായത് ഉപേന്ദ്രൻ്റെ സഹോദരിയെ കൂടാതെ മറ്റെല്ലാം അവനിന്ന് നഷ്ടമായിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കലിംഗ് കി രാജ്കുമാരി, കലിംഗദേശത്തിൻ്റെ രാജകുമാരി ഇന്നും അശോക ചക്രവർത്തിയുടെ കണ്ണിൽ പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവളെ അവന് നഷ്ടമാകാതിരുന്നത് എന്നാണ് അശോക ചക്രവർത്തി പറയുന്നത്. രേഖ സമ്രാട്ട് ഉസ് പർ നസർ ഡാൽന ചാഹത്തെ ഹേ ക്യാ. അപ്പം രേഖ അശോക ചക്രവർത്തിയോട് ചോദിക്കുകയാണ്, താങ്കൾ അവളിലും ദൃഷ്ടി പതിക്കുവാൻ അല്ലെങ്കിൽ അവളെയും ലക്ഷ്യം വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നുവോ ചക്രവർത്തി എന്ന്. അശോക് തുമേ ഈർഷ്യ ഹോ ചലി രേഖ. അപ്പം അശോക് ചോദിക്കുകയാണ്, നിനക്ക് കുശുമ്പ് തോന്നുന്നുണ്ടോ? രേഖ ഹസ്താ ഹേ സുനാ ഹേ വോ തോ കഭി ബി ബൗദ്ധ ഭിക്ഷുണി ഹോ ഗയി. അശോകൻ പറയുകയാണ്, കേട്ടു അവൾ ഒരു ബൗദ്ധ ഭിക്ഷുണിയായി മാറി എന്ന്, അതായത് ബുദ്ധമത സന്യാസിനിയായി മാറി എന്ന് പറഞ്ഞു കേട്ടു എന്നാണ് പറയുന്നത്. രേഖ വോ ശത്രു കന്യ ഹേ സമ്രാട്ട്. രേഖ പറയുകയാണ്, അവൾ ശത്രു കന്യകയാണ് ചക്രവർത്തി. ഉസ്കെ ഭായി കി അന്തിം ശബ്ദോ കെ അനുസാർ. അവളുടെ സഹോദരൻ്റെ അവസാനത്തെ വാക്കുകൾ അനുസരിച്ച് ആപ്പ് ഉസ്കെ ദാസ് ഹോ സക്തെ ഹേ. താങ്കൾ അവളുടെ ദാസനായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് രേഖ പറയുന്നത്. അശോക് അഭി തോ തും കഹ് രഹി ഥി കി മേരാ ശത്രു ഹേ ഹി കോൻ.
അപ്പോൾ അശോക ചക്രവർത്തി വീണ്ടും ആ രേഖയോട് പറയുകയാണ്, ഇപ്പോഴല്ലേ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് നീ എന്നോട് പറഞ്ഞു താങ്കൾക്ക് ശത്രുക്കൾ ആരാണ് ഉള്ളത് എന്ന്. ലേക്കിൻ ഇസ് ഹിസാബ് സെ തോ മേരാ സബ്സെ ബഡാ ശത്രു മേരെ നികട്ട് ഹി ഹെ. എന്നാൽ ഈ കണക്കുകളിൽ നിന്ന്, ഹിസാബ് എന്ന് പറയുന്നത് കണക്കുകളാണ്, അതായത് നിന്റെ ഈ വാക്കുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ അടുത്തു തന്നെ ഇരിപ്പുണ്ട് എന്ന്. രേഖ നിഖട്. അപ്പോൾ രേഖ ചോദിക്കുകയാണ്, അടുത്തോ? അശോക് ഹാ അതെ. ഇतना निकट कि अपने घने केश पाश में उलझाकर चाहे जब मुझे दीनहीन कर दे. അപ്പം അശോക ചക്രവർത്തി പറയുന്നത്, അതെ എൻ്റെ അടുത്തു തന്നെയുണ്ട്, അതായത് എൻ്റെ ഖനെ കേശ് പാശ്. ഖനെ ഇടതൂർന്ന, കേശ് എന്ന് പറയുന്നത് മുടിക്കാണ്, പാശ് എന്ന് പറയുന്നത് വലയാണ്. അതായത് ഇവിടെ തൻ്റെ പ്രേമമാകുന്ന മായാജാലത്തിൽ എന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ട്, എന്നെ ദീനനാക്കിക്കൊണ്ട്, അതായത് ആ പ്രേമത്തിൽ അല്ലെങ്കിൽ ആ സ്നേഹമാകുന്ന മായാജാലത്തിൽ എന്നെ ദീനനാക്കിക്കൊണ്ട്, വിവശനാക്കിക്കൊണ്ട് എൻ്റെ അടുത്തു തന്നെ ഇരിപ്പുണ്ട് എന്നാണ് അശോക ചക്രവർത്തി പറയുന്നത്. രേഖ സമച്ചുകർ സമ്രാട്ട് കൊയെ ദീനത അകർത്തി തോ നഹി. അപ്പോൾ രേഖയ്ക്ക് മനസ്സിലായി അശോക ചക്രവർത്തി പറയുന്നത് അവളെക്കുറിച്ച് തന്നെയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് രേഖ ചോദിക്കുകയാണ്, ചക്രവർത്തിക്ക് ഈ ദീനത അല്ലെങ്കിൽ ഈ വിവശത അകർത്തി തോ നഹി, അപ്രിയമായി തോന്നുന്നില്ലേ, ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അകർണ എന്ന് പറഞ്ഞാൽ അപ്രിയമായി തോന്നുക എന്നാണ്. അടുത്ത പാർട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. വീഡിയോ അല്പം ലെങ്തി ആകുന്നുണ്ട് എന്ന് അറിയാം. താങ്ക് യു.